സിമി ടാപ്പ് എന്ന് പറയും. നിങ്ങൾക്ക് ഇത് വെർഷൻ ഓൺ ചെയ്യാൻ പറ്റില്ലേ? ആ അറിയില്ല. Hello everybody, so welcome to our informative webinar. So today is, I'm very happy to have so many parents, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് dedicatedly, I'm so happy to see all of you all who is ready to learn something new നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. So നമ്മൾ 4:30ക്ക് webinar start ചെയ്യും. So stay online. And e-webinar I'm sure is going to be very, very useful for you and for your family, and ningada kunyungalku vendi it's going to be a big eye opener.
പറഞ്ഞ പ്രശ്യ
Hello all, I'm Mary Preezy, speech language pathologist at Sravana Speech and Hearing. I am certified in oral placement therapy, prompt. So, and I'm very, very happy to work with children, especially ഒരു ന്യൂറോ ഡൈവേഴ്സ് പോപ്പുലേഷൻ ആയിക്കഴിഞ്ഞാലും ഒരു നോർമൽ ഗ്രൂപ്പ് ഓഫ് കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാലും ഐ എം സോ ഹാപ്പി ടു വർക്ക് വിത്ത് ദം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓക്കെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ഞാൻ എടുത്ത് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി അലാമിങ് ടു സീ ദാറ്റ് നോർമൽ ഡെവലപ്മെൻ്റ് ഉള്ള കുഞ്ഞുങ്ങൾ പോലും ഇസ് കമ്മിങ് അപ്പ് വിത്ത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഒരുപാട് കുഞ്ഞുങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഒരു ഡിഫിക്കൾട്ട് ഫേസിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ വെബിനാർ ഓക്കെ ഇസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇറ്റ് ഈസ് ഫോർ പേരൻസ്. ഇറ്റ് ഈസ് എങ്ങനെ പേരൻസിന് ഒരു മോഡിഫൈഡ് ടെക്നീക്ക് യൂസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ കാണാനായിട്ട് പോകുന്നത്. സോ ജസ്റ്റ് എ ഫ്യൂ തിങ്സ് ബിഫോർ വി പ്രൊസീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു നോട്ട് ഇറ്റ് ഡൗൺ. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വെബിനാർ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഉണ്ടാവും. ആൻഡ് ഐ വിൽ ബി ടേക്കിംഗ് അപ്പ് ഓൾ ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിങ് ഇറ്റ്. സെക്കൻഡ്ലി നിങ്ങളുടെ മൈക്സ് ഓഫാക്കി വെക്കുക, ബിക്കോസ് വി ഡോണ്ട് വാണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ലെറ്റ്സ് ഷെയർ ദി ഇൻഫർമേഷൻ. ആൻഡ് വി ഗുഡ് ടു ഗോ ബിക്കോസ് നമ്മളൊരു പുതിയ കാര്യം പഠിക്കാനായിട്ട് പോവുക എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. ബട്ട് നോ, ജസ്റ്റ് റിമെമ്പർ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ ഓർ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കുറേയും കൂടി എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോ ഇന്ന് നമ്മൾ 5 കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്, ഓർ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഓർ പഠിച്ച കാര്യങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടിയും വി ആർ ഗോയിങ് ടു റീഫ്രേസ് ഇറ്റ് ഇൻ അവർ മൈൻഡ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ബിഫോർ വി സ്റ്റാർട്ട് വിത്ത് ദി സ്ട്രാറ്റജീസ്, എപ്പോഴെങ്കിലും ആസ് പേരൻസ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ? കുഞ്ഞിൻ്റെ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് എപ്പോഴെങ്കിലും പേരൻസ് ചിന്തിച്ചിട്ടുണ്ടോ? ഇസ് ഇറ്റ് കുഞ്ഞ് ജസ്റ്റ് കുഞ്ഞിൻ്റെ കാര്യം അങ്ങോട്ട് പറയുക, ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ കുഞ്ഞിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓർ പറഞ്ഞു കൊടുക്കുക, ഓർ ഇസ് ഇറ്റ് ഞാൻ ഏതെങ്കിലും ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ പോകുമ്പോഴത്തേക്കും കുഞ്ഞിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക? എന്താണ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2-way ആക്റ്റാണ്. സോ ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്കൊരു സെൻഡർ ഉണ്ടാവും ആൻഡ് റിസീവർ ഉണ്ടാവും. സോ സെൻഡർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് somebody who sends a message. Somebody who sends a message. അപ്പോൾ ഈ മെസ്സേജ് ഏത് രീതിയിലാവാം? ഇറ്റ് ക്യാൻ ബി വെർബൽ, ഇറ്റ് ക്യാൻ ബി നോൺ വെർബൽ, ഇറ്റ് ക്യാൻ ബി എനി ഫോം. ഇവിടെ സെൻഡർ എന്നുള്ളൊരു വ്യക്തി റിസീവർ എന്നുള്ളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഓർ മെസ്സേജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. സോ വാട്ട് റിയലി ഹാപ്പൻസ്, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് നമ്മൾ കാണുവാണ്. അതായത് ഈ പേരൻ്റ് എന്ന സെൻറ്ററിൽ നിന്ന് റിസീവർ എന്ന കുഞ്ഞുങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുഞ്ഞെന്ന സെൻറ്ററിൽ നിന്ന് പേരൻ്റ് എന്ന റിസീവറിലേക്ക് മെസ്സേജ് ശരിക്കും പോകുന്നില്ലെങ്കിൽ what happens? There is information which is not conveyed. പേരൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല, കുഞ്ഞിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇനി എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു മെസ്സേജ് ബ്രേക്ക് ഡൗൺ വരുന്നത്? മേ ബി കുഞ്ഞുങ്ങൾക്കൊരു സ്പീച്ച് ഡിലേ ആയിരിക്കാം, ഓർ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം എന്നുള്ളൊരു ഡയഗ്നോസിസ് കൊണ്ടായിരിക്കാം, ഓർ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ADHD, ദാറ്റ് ഈസ്
ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ കൊണ്ടായിരിക്കാം, ഓർ കുഞ്ഞുങ്ങൾക്ക് സിൻഡ്രോംസ് കാരണം കൊണ്ടായിരിക്കാം. സോ ഓർ യു ഓൾസോ ഹാവ് തിങ്സ് ലൈക്ക് ഹിയറിംഗ് ലോസ് ഉള്ള കുഞ്ഞുങ്ങളായിരിക്കാം. സോ പല രീതിയിൽ ആയിരിക്കാം ദിസ് മെസ്സേജസ് നോട്ട് ഗെറ്റിംഗ് കൺവേഡ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹൗ ഡു വി നോട്ട് ലെറ്റ് ഇതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് വാട്ട് കെൻ വി ഡു അറ്റ് എ വെരി വെരി ഏർലി സ്റ്റേജ്? കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു മെസ്സേജ് ബ്ലോക്ക് ഇല്ലാതെ എത്തിക്കുക, അല്ലെങ്കിൽ പേരൻസിന് ബ്ലോക്ക് ഇല്ലാതെ റിസീവ് ചെയ്യുക ഓർ സെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ, ശ്രദ്ധിച്ച് കേൾക്കണേ, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. ഓക്കെ, വെർബൽ ഓർ നോൺ വെർബൽ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ വെർബൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ സ്പീച്ച് ഇസ് എ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദിസ് വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സ്പീച്ച് തെറപ്പി സെൻറ്ററിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി വെരി ടേം സ്പീച്ച് തെറപ്പി ഇൻഡിക്കേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇവിടെ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പേരൻസ് കുഞ്ഞുങ്ങളെ സ്പീച്ച് തെറപ്പി കൊണ്ടുവന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ഫസ്റ്റ് തിങ് നിങ്ങൾ തെറപ്പിസ്റ്റിനോട് ചോദിക്കുന്നത് എത്ര ദിവസമാണ് ഞാൻ സ്പീച്ച് തെറപ്പി അറ്റൻഡ് ചെയ്യേണ്ടത്, ഓർ എന്നാ എൻ്റെ കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുക, ഹൗ, എങ്ങനെയാ, ഞാൻ എന്താ ചെയ്യേണ്ടത് ഫോർ എ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് ഈ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ കുഞ്ഞുങ്ങൾക്ക് വന്നാലേ കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ. ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡറിനും റിസീവറിനും മീനിങ് ഫുൾ ആവുള്ളൂ. ബട്ട് ഡിഡ് യു നോ ഈ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി അച്ചീവ് ചെയ്യാനായിട്ട് നോൺ വെർബലിയും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുഞ്ഞുങ്ങൾ ആദ്യം അച്ചീവ് ചെയ്താലേ ഈ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ കുഞ്ഞുങ്ങൾ അച്ചീവ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് എ സർപ്രൈസ് ടു നോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം മാത്രമല്ല വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈവൻ സിമ്പിൾ ഫോം ക്രൈ ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. കുഞ്ഞുങ്ങളിൽ ബാബ്ലിംഗ്, ബ ബ ബ അമ്മമ്മ എന്നൊക്കെ പറയുന്നത് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി ലെറ്റ്സ് മൂവ് ടു ദിസ് നോൺ വെർബൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് നോട്ട് മെനി പീപ്പിൾ റിയലി വാണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്പീച്ച് തെറപ്പി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ദ ഫസ്റ്റ് തിങ് വി വിൽ നോട്ട് അപ്രീഷിയേറ്റ് നോൺ വെർബൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് അത് എന്തായിക്കഴിഞ്ഞാലും കുഞ്ഞ് ഡെവലപ്പ് ആവും. പക്ഷേ നമ്മൾ കാണാതെ പോകുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഐ കോണ്ടാക്ട് ഓർ ഐ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാണാതെ പോകുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് എൻ്റെ ക്യാബിനിലേക്ക് കടന്നു വരുമായിരുന്നു പേരൻസിൻ്റെ കൂടെ. സോ കുഞ്ഞ് വാസ് വെരി ഹാപ്പി ബിക്കോസ് സെൻട്രി വന്നപ്പോൾ സെൻറ്റർ വാസ് വെരി വെരി പ്ലീസിങ്. ബിക്കോസ് അവിടെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു, കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, കളർഫുൾ ബോൾസ് ഉണ്ടായിരുന്നു, കാർപ്പറ്റ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കുഞ്ഞ്. പക്ഷേ കുഞ്ഞിന് എൻ്റെ ക്യാബിനിലേക്ക് വരണ്ട. ബിക്കോസ് ക്യാബിൻ ലുക്ക് മോർ പ്ലെയിൻ. അവിടെ ടോയ്സ് ഉണ്ടായിരുന്നില്ല, അവിടെ കുഞ്ഞിന് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുഞ്ഞ് വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നില്ല. ദ ചൈൽഡ് ഡിഡ് നോട്ട് നോ എങ്ങനെയാണ് പേരൻസിനോട് പറയേണ്ടത് ദാറ്റ് ഐ എം നോട്ട് ഏബിൾ ടു ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് റൂം. സോ ദ ചൈൽഡ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് അവേ. അതായത് എൻ്റെ റൂമിലേക്ക് കടന്നു വരുന്നു, ബാക്കിലോട്ട് നോക്കുന്നു, വീണ്ടും കടന്നു വരുന്നു, ബാക്കിലോട്ട് നോക്കുന്നു. സോ ഐ വാസ് തിങ്കിങ് ഇഫ് ഓൺലി ഈ പേരൻസിന് കുഞ്ഞിൻ്റെ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവരൊരു 5 minutes എടുത്ത് they would have gone to make prepare the child to come to the cabin or to come for a discussion. Make sure that the child is sitting with them.
അപ്പോൾ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കാണാതെ പോകുന്നതാണ് പലപ്പോഴും നമുക്കുള്ള ഫ്രസ്ട്രേഷനും കുഞ്ഞിനുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസും നമ്മൾ കണ്ടുവരുന്നത്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലുള്ളതാണ് ആക്ഷൻസ്. ഓക്കെ, ആക്ഷൻസ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നു. പോയിൻറ്റിങ്, എന്താ വേണ്ടത്, അത്, or this. Pointing is a non-verbal form of communication. Clapping, non-verbal form. Snapping, non-verbal form. So this non-verbal form of communication also has to be understood by the parent. എന്നാൽ മാത്രമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ലൂപ്പിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് നോട്ട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഐ വിൽ ടെൽ യു the 5 strategies ഇവിടെ വരുന്ന പേരൻസ്, അതായത് എൻ്റെ തെറപ്പിസ്റ്റ് യൂസ് ചെയ്യുന്ന 5 സ്ട്രാറ്റജീസ് ആണ്. ആൻഡ് ശ്രവണയിൽ വരുന്ന പേരൻസിനും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ട്രാറ്റജീസ് ആണ്. ബിക്കോസ് വാട്ട് ഐ ബിലീവ് ഇസ് എൻഡ് ഓഫ് ദ ഡേ ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എൻ്റെ പേരൻസും ചെയ്യണം. So these are the 5 strategies. The first strategy, okay, the first strategy is face-to-face communication. Face-to-face communication. Very simple. First strategy, face-to-face communication. എന്താണ് ഈ face-to-face communication? So ഞാൻ നിങ്ങളെ മുഖം നോക്കി, ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എൻ്റെ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ face-to-face communication വരുമ്പോൾ ആക്ച്വലി നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്ന് അവരുടെ ഐ ലെവലിലിരുന്ന് അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാട്ട് ഹാപ്പൻസ് സംടൈംസ് കുഞ്ഞുങ്ങൾ ഈ face-to-face കമ്മ്യൂണിക്കേഷൻ കുറേയും കൂടിയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അവരുടെ ആ ഒരു സെയിം ലെവലിൽ ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മളൊരു അഡൾട്ടാണെന്നോ അല്ലെങ്കിൽ അവരെ നമ്മൾ കുറച്ച് കാണുക എന്നുള്ള കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. ബട്ട് വാട്ട് ദേ വിൽ സീ ഈസ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും പേരൻറ്റ് കെയർ ഗിവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ആ സെയിം ഡയറക്ഷനിലൂടെയാണ് നീങ്ങുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഈ face-to-face കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇനി എങ്ങനെയാണ് ഒരു face-to-face കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? വാട്ട് ഡു ഐ ഡു ടു ഗെറ്റ് എ face-to-face കമ്മ്യൂണിക്കേഷൻ? ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾ താഴെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഒരു ബുക്ക് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗോ ഓൺ യുവർ നീസിലിരുന്ന് അവരുടെ കൂടെ മേ ബി ഫ്ലോറിലിരിക്കാം അല്ലെങ്കിൽ ബെഡുമേ ഇരിക്കാം, എവിടെയാണെങ്കിലും ഗോ ഓൺ യുവർ നീസ്, മേക്ക് ഷുവർ ദാറ്റ് യു ഗിവ് ദാറ്റ് ഐ കോൺടാക്ട് ആൻഡ് face-to-face കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ചൈൽഡ്. അപ്പോൾ കുഞ്ഞ് നിങ്ങളുടെ കൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കുഞ്ഞ് തെറപ്പിക്ക് വേണ്ടിയിട്ട് വന്നു. സോ വി വർ വണ്ടറിങ്, ഈ കുഞ്ഞിന് ഓടി നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. ആൻഡ് ഞങ്ങൾ വണ്ടർ ചെയ്യായിരുന്നു എങ്ങനെ face-to-face കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, എങ്ങനെ നമ്മൾ ഐ ലെവലിൽ ഇരിക്കും. ബട്ട് ഇറ്റ് വാസ് വെരി 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 നൈസ് ടു സീ ദാറ്റ് ഒരു തെറപ്പിസ്റ്റ് കുഞ്ഞ് നീങ്ങുന്ന സെയിം പേസിൽ മുട്ടയിൽ എഴഞ്ഞെഴുന്നായിരുന്നു ഈ കുഞ്ഞിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് സോ അമേസിങ് ടു സീ, ബിക്കോസ് 5 സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുഞ്ഞും ഈ തെറപ്പിസ്റ്റുമായിട്ടുള്ള ബോണ്ട് വാസ് ജസ്റ്റ് അമേസിങ്. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ട് വി ട്രാൻസ്ഫർ ദ സ്കിൽ ടു ദ പേരൻറ്റ്. ചിലപ്പോൾ ഈ സ്കിൽസ് നമ്മൾ പേരൻസിനെ പഠിപ്പിക്കുമ്പോൾ പ്രാക്ടിക്കലി ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല ടു ഗോ ഓൺ യുവർ നീസ് ആൻഡ് സിറ്റ്. സോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും? സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ടേബിൾസ് ഉണ്ട്, സോഫയുണ്ട്, മേക്ക് ദ ചൈൽഡ് സിറ്റ് ഓൺ ദ സോഫ, ഓൺ ദ ടേബിൾ. എന്നിട്ട് നിങ്ങൾ ചെയർമിരിക്കുക ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ആ ഐ ലെവലിൽ നിങ്ങൾ നിന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. യു വിൽ സീ എ ട്രെമെൻഡസ് ചേഞ്ച്. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി കൂടും. ആൻഡ് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ഒരേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഈഗർനെസ്സും കൂടിക്കൂടി വരും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്, face-to-face കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, പക്ഷേ പലപ്പോഴും പേരൻസ് മടുപ്പ് തോന്നുന്ന ഒരു കാര്യമാണ്, ബി ആനിമേറ്റഡ്. ഓക്കെ, സോ ഒരു വെരി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ,
Twinkle, twinkle, little star, how I wonder where you are. Up above, was so high, like a diamond in the sky. In the boring, ale. Instead, twinkle, twinkle, little star, how I wonder what you are. Up above the world, so high, like a diamond in the sky. Be animated. This is how you be animated. Another example. കുഞ്ഞിന് വെള്ളം വേണോ? എന്തിനാ വെള്ളം? വെള്ളപ്പം കുടിക്കണ്ട, വെള്ളം ചരിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് വെറ്റാവും. ഇൻസ്റ്റഡ് കുഞ്ഞിനിപ്പോൾ വെള്ളം വേണോ? ഇപ്പോൾ വേണോ? ഇപ്പോൾ വേണ്ട, കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു പോവും, ഇത് വെള്ളം വീഴില്ലേ. ബീയിങ് ആനിമേറ്റഡ്. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നതിനേക്കാളും ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ഐ ക്യാൻ ആക്ച്വലി പാസ് ഇറ്റ് ടു യു ഓൾ. സോ മോർ ദാൻ നമ്മൾ ഓരോ കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് ഡയറക്റ്റീവായിട്ട് പറയുന്നതിലും അവരുടെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ചൈൽഡ് ടോക്ക് യൂസ് ചെയ്യുക. കുഞ്ഞിന് ഫുഡ് വേണോ, ഫുഡ് വേണോ എന്ന് ചോദിക്കുന്നതിനേക്കാളും അമ്മമ്മ വേണോ, അമ്മമ്മ കഴിക്കുമോ. This is a form of child talk and this is also being animated because ഇങ്ങനെ ആനിമേറ്റഡ് ആവുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവരുടെ രീതിയിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ കയറി വരും. സോ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കാർട്ടൂൺസ് ഇഷ്ടമായിരിക്കും, അഡ്വർടൈസ്മെൻറ്റ്സ് ഇഷ്ടമായിരിക്കും, ഓക്കെ, പാട്ടുകൾ ഇഷ്ടമായിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വന്നിരുന്ന് കണ്ടുവെന്ന് വരില്ല. ഓർ സംതിങ് വിച്ച് ഇസ് മോർ ബോറിങ് അവരിരുന്ന് കണ്ടുവെന്ന് വരില്ല. വൈ? ബിക്കോസ് ഇതിനകത്ത് എല്ലായിടത്തും ആനിമേഷൻ ഉണ്ട്. ആനിമേഷൻ എന്ന് പറയുമ്പോൾ ആ സൗണ്ട് മോഡ്യുലേഷൻ ഉണ്ട്, ആ വോയിസ് ഹൈ പിച്ച്, ലോ പിച്ച് എല്ലാ ഫ്രീക്വൻസീസും ടച്ച് ചെയ്ത് പോകുന്നൊരു വോയിസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വോയിസാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നാളെ രാവിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബെഡ് വന്ന് എഴുന്നേൽക്കുമ്പോൾ മോനെ എഴുന്നേക്കും, മോനെ എഴുന്നേക്കും എന്ന് പറയാതെ മോനെ എഴുന്നേക്ക്, ഒയ്യോ സ്കൂളിൽ പോകാൻ സമയമായല്ലോ. വൈ ഡോണ്ട് യു യൂസ് ദാറ്റ് ഇൻറ്റോനേഷൻ, വൈ ഡോണ്ട് യു യൂസ് ദാറ്റ് ആനിമേഷൻ ആൻഡ് സീ. കുഞ്ഞിന് അതിൻ്റെ സീരിയസ്നെസ്സും മനസ്സിലാവും, അറ്റ് ദ സെയിം ടൈം കുഞ്ഞ് കുറേയും കൂടിയും പ്രിപ്പയർഡ് ആയിരിക്കും. ആൻഡ് റിമെമ്പർ, എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ഓവറായിട്ട് ആനിമേറ്റഡ് ആക്കണ്ട കേട്ടോ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അപ്പീലിംഗ് ആണ്, ഫൺ ആണ് എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് നമുക്കിങ്ങനെ ആനിമേറ്റഡ് ആയിരിക്കാം. വൈ? ബിക്കോസ് ആ ഒരു രീതി മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദാറ്റ്സ് ദ സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ, യൂസ് ജെസ്റ്റേഴ്സ്. യൂസ് ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂസ് ആക്ഷൻസ്. ഇപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോവുക, ദിസ് ഇസ് ആക്ഷൻസ്, ജെസ്റ്റേഴ്സ് ആണിത്. ഓക്കെ, എനിക്ക് ഉറക്കം വരുന്നു, ദിസ് ഇസ് എൻ ആക്ഷൻ, ദിസ് ഇസ് എ ജെസ്റ്റർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അയ്യോ വേണ്ട, ദിസ് ഇസ് എൻ ആക്ഷൻ കൈകൊണ്ട് ഞാൻ കാണിക്കുന്നത്. മതി, അഗൈൻ എ ജെസ്റ്റർ ആൻഡ് എൻ ആക്ഷൻ. കുഞ്ഞുങ്ങളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ജെസ്റ്റർ ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ കഴിഞ്ഞ ദിവസം ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അമ്മ ഇത്രയേ കാണിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും കുഞ്ഞിന് മനസ്സിലാവുക, ഓ ഇത് അമ്മ അടി തരും. സോ ഐ വാസ് വണ്ടറിങ്, സീ നമ്മൾ ആക്ച്വലി സംസാരിക്കണമെന്നില്ല, നമ്മൾ ആക്ച്വലി വേർബലി അത്രയും പറയണമെന്നില്ല, ബട്ട് ദിസ് ജെസ്റ്റർ കെൻ സേ എ ലോട്ട് ഓഫ് തിങ്സ്. ഈ ജെസ്റ്റർ നമ്മൾ കാണിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ റിമെമ്പർ, നെക്സ്റ്റ് ടൈം നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. യൂസ് ആക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പോലത്തെ. ഓക്കെ, നെക്സ്റ്റ് ദ ഫോർത്ത് വൺ, ഓർ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഒരു കാര്യമാണ് ഗിവ് ചോയ്സസ്. ഓക്കെ, ഗിവ് ചോയ്സസ്. സോ ഈ ഗിവ് ചോയ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതെന്തിനാ ചോയ്സ് കൊടുക്കുന്നത്? എൻ്റെ കുഞ്ഞിന് എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞിന് ഇഷ്ടമുള്ളത് മാത്രമല്ല കുഞ്ഞിന് ചെയ്യേണ്ടത്. No, it's അങ്ങനെയല്ല. That's not the right way. What you have to do is choice making ഒരു ഡെവലപ്മെൻറ്റൽ ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്.
ഓക്കെ, എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ. ലൈക്ക് ചോയ്സ് മേക്കിംഗ് കൊടുക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൂട്ടി കൊണ്ടുവരിക ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, രാവിലെ കുഞ്ഞിന് സ്കൂളിൽ അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ അല്ലെങ്കിൽ വേറെ പോവാനായിട്ട് ഡ്രസ്സ് എടുക്കുക. വൈ ഡോണ്ട് യു ഗിവ് എ ചോയ്സ്? മോനല്ലേ മോൾക്ക് ഈ ഡ്രസ്സ് വേണോ അതോ ഈ ഡ്രസ്സ് വേണോ? ഗിവ് എ ചോയ്സ്, ഇതോ. സോ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താ മനസ്സിലാവുന്നത്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ പേരൻസ് റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഈക്വലി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ചോയ്സ് മേക്കിംഗ് വിൽ ലീഡ് ടു. ലേറ്റർ ഓൺ വലിയ കോഗ്നിറ്റീവ് ഓർ ഇമോഷണൽ ഓർ അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സിനെ ഈ ചോയ്സ് മേക്കിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. സോ ഈ ചോയ്സ് മേക്കിംഗ് കൊടുക്കാത്ത സ്ഥലത്ത്, അതായത് പേരൻസ് പറയുക വേണ്ട ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ, ഓർ കളിക്കാൻ പോകണ്ട കുളിക്കണം, ഓർ ഇപ്പോൾ ഈ കുളിക്കേണ്ട ടൈമല്ല പഠിക്കണം. സോ ഇങ്ങനെ ഡയറക്റ്റീവായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ they will not come up with any form of they will not appreciate. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇറ്റ് വിൽ ബി മോർ ലൈക്ക് അമ്മയും അച്ഛനും അത് അടിച്ച് ഏൽപ്പിക്കുക, എനിക്ക് ഇഷ്ടമല്ല, ഐ വോണ്ട് ടു ഡു ദിസ് റൈറ്റ് നൗ, പക്ഷെ എന്നാലും ദേ വോണ്ട് മീ ടു ഡു ദിസ്. അൾട്ടിമേറ്റ്ലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷനെയാണ്. സോ ഫസ്റ്റ് ഇസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ബീങ് ആനിമേറ്റഡ്, യൂസിങ് ജെസ്റ്റേഴ്സ്, ഗിവിങ് ചോയ്സസ്. സോ കഴിഞ്ഞ ദിവസം ഇറ്റ് വാസ് വെരി ഫണ്ണി ടു നോ, ഞാൻ എൻ്റെ തെറപ്പി സെൻറ്ററിൽ ഞാൻ ഒരു പേരൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പേരൻറ്റിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് ഒരുപാട് ചോയ്സസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഓർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഡെവലപ്പ് ആവില്ല എന്ന് പറഞ്ഞു. സോ പേരൻറ്റ് എന്നാ ചെയ്തു, കുഞ്ഞിന് ഇഷ്ടമുള്ള 2 ഷർട്ട് എടുത്ത് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു മോനെ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചു. ഓ മൈ ഗോഡ്, ആ വീട്ടിൽ ഇറ്റ് വാസ് സോ കെയോട്ടിക്. അവിടെ വലിയൊരു പ്രശ്നം നടന്നു. കുഞ്ഞിന് ആദ്യം ആ ഷർട്ട് ഇടണമായിരുന്നു, അതായത് ഫസ്റ്റ് ചോയ്സ്, അതിൻ്റെ മേലെ അടുത്ത ഷർട്ടും കൂടി ഇടണമായിരുന്നു. എന്നിട്ട് ദിസ് മദർ ഡിഡ് നോ വാട്ട് ടു ഡു. ഓക്കെ, എനിക്ക് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, നമ്മൾ പഠിപ്പിച്ച് കൊടുത്തൊരു ടെക്നിക്ക് ആക്ച്വലി അവിടെ ഹെൽപ്പായി, പക്ഷേ ദാറ്റ് ലെഡ് ടു എ ക്യോട്ടിക് സിറ്റുവേഷൻ. സോ ഐ വോണ്ട് ടു ടെൽ യു, ചോയ്സസ് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഇഷ്ടമുള്ളതും കുഞ്ഞിന് ഇഷ്ടമില്ലാത്തതും മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈം കുഞ്ഞിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യും, സെക്കൻഡ് ടൈം കുഞ്ഞിന് ഇഷ്ടമില്ലാത്തതും ആൻഡ് ഒട്ടും ഇഷ്ടമില്ലാത്ത ചോയ്സസ് കൊടുക്കുക. അപ്പോൾ കുറച്ചും കുഞ്ഞ് ചൂസ് ചെയ്യും. സോ റിമെമ്പർ, ബി സ്മാർട്ട് ചോയ്സസ് കൊടുക്കുമ്പോൾ. എല്ലാ ചോയ്സ് മേക്കിങ്ങും ഇറ്റ്സ് നോട്ട് feasible or with parents, or it is not okay with children. So ഏതാണ് കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സസ് ഡു യു തിങ്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അത് കൊടുക്കുക. ദ ലാസ്റ്റ് വൺ ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഓക്കെ, ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. പാരലൽ ടോക്ക്, സെൽഫ് ടോക്ക്, and the last one is toy talk. സോ ഇത് ഒരു പാക്കേജാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇസ് വൺ പാക്കേജ്. പാരലൽ ടോക്ക്, സെൽഫ് ടോക്ക്, ടോയ് ടോക്ക്. ഓക്കെ, ഇത് എനിക്ക് പേഴ്സണലി തെറപ്പി സെഷൻസിൽ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ വെരി ഈ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ സ്ട്രാറ്റജി, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കുഞ്ഞുങ്ങളെ പോലെയാവുക. വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദിയർ വേൾഡ്. അപ്പോൾ ലെറ്റ്സ് സീ എന്താണ് പാരലൽ ടോക്ക്, എന്താണ് സെൽഫ് ടോക്ക്, എന്താണ് ടോയ് ടോക്ക് എന്നാണ്. ഈ പാരലൽ ടോക്ക് എന്ന് പറയുന്നത് വെരി സിമ്പിൾ. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ആക്ടിവിറ്റി എൻഗേജ് ചെയ്യുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ, കുഞ്ഞുങ്ങൾ ഇരുന്നിട്ട് ബ്ലോക്സ് കളിക്കുക. ബ്ലോക്സ് കളിക്കുമ്പോൾ ഞാൻ ആസ് എ പേരൻറ്റ് പോയിട്ട് പറയുക, വാവ്, 1 block, 2 block, 3 block, 4 block, ടിഷ്യൂം താഴെ വീഴുവാണേ. സോ അങ്ങനെ നമ്മൾ കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, കുഞ്ഞ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് പാരലൽ ടോക്ക്. ദാറ്റ് ബിക്കംസ് പാരലൽ ടോക്ക്.
ഇനി എനിക്കിഷ്ടമുള്ള ടോയ്, ഞാൻ പേരൻ്റാണേ, അപ്പോൾ ഞാൻ ആസ് എ പേരൻറ്റ് എനിക്കിഷ്ടമുള്ള ടോയ് ഞാൻ വെച്ചിരുന്ന് കളിക്കുക. കുഞ്ഞിന് ഇഷ്ടമുള്ള ടോയ് വെച്ച് കളിക്കുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ കുഞ്ഞൊരു ബോൾ വെച്ച് കളിക്കുന്നു, ഞാനൊരു കാറ് വെച്ച് കളിക്കുന്നു. ഞാൻ ഈ കാറിനെ കുറിച്ചിട്ട് കുഞ്ഞ് കേക്കിലെ പറയുവാണ്, ബ്രും ബ്രും കാർ, റെഡ് കാർ, the wheels on the car goes round and round എന്ന് പറയുമ്പോൾ that becomes self talk. Okay, so parallel talk, self talk. I hope ഈ രണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. The last one is toy talk. എന്താണ് ഈ toy talk? ഒരു കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഉണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ കുഞ്ഞിന് ഇഷ്ടമുള്ള ഒരു ഇതാണ് ലൈറ്റ് ടോയ്സ്. എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ടോയ് യൂസ് ചെയ്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. when the toy is in my hand, സെയിം ടോയ് കുഞ്ഞിൻ്റെ കയ്യിലും പിടിക്കുമ്പോഴത്തേക്കും ഞാൻ സംസാരിക്കും. സോ വാട്ട് ഹാപ്പൻസ്, ആ ടോയ് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് ടോയ് ടോക്ക്. ഐ ഹോപ്പ് ഈ 3 കോൺസെപ്റ്റ്സ് ക്ലിയർ ആണ്. സോ എക്സാമ്പിൾസ് ഞാൻ വീണ്ടും തരാം. സോ പാരലൽ ടോക്ക് ഇസ് കുഞ്ഞിന് ഇഷ്ടമുള്ള ടോയ് കുഞ്ഞ് വെച്ച് കളിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുമായിട്ട് ആ ടോയിനെ കുറിച്ച് സംസാരിക്കുന്നത് പാരലൽ ടോക്ക്. നമ്മുടെ കയ്യിലൊരു ടോയ് വെച്ചിട്ട് ആ ടോയിനെ കുറിച്ച് നമ്മൾ കുഞ്ഞ് കേക്കിലെ സംസാരിക്കുന്നതാണ് സെൽഫ് ടോക്ക്. ഇനി കുഞ്ഞിന് ഇഷ്ടമുള്ള ടോയ് നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുമ്പോഴും ആ സെയിം ടോയിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ടോയ് ടോക്ക്. ഓക്കെ, സോ ദിസ് ടെക്നീക്ക്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഈസ് വെരി വെരി ഇഫക്റ്റീവ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്ട്രാറ്റജീസ്. നമ്മൾ റിസർച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ സ്ട്രാറ്റജി കമ്മ്യൂണിക്കേഷൻ സ്പീച്ച് തെറപ്പിസ്റ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ 5 സ്ട്രാറ്റജി വെറും 5 സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് സ്മോൾ സ്ട്രാറ്റജീസ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടതില്ല. വി ജസ്റ്റ് ഹാവ് ടു ചേഞ്ച് എ ഫ്യൂ വേ ഓഫ് ഇറ്റ് ആൻഡ് യു സീ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് we can have a tremendous improvement. Yeah, അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് എൻ്റെ കുഞ്ഞിന് ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലാണ് എൻ്റെ കുഞ്ഞിന് ഒരു ചേഞ്ച് വരിക എന്നുള്ളത്. ഓക്കെ, എൻ്റെ കുഞ്ഞിന് എല്ലാ സ്ട്രാറ്റജീസും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് വരുമോ, അതോ പാരലൽ ടോക്ക്, സെൽഫ് ടോക്ക്, ടോയ് ടോക്ക് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് വരുമോ, അതോ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാറ്റം വരുമോ, ഓർ ചോയ്സസ് കൊടുത്താൽ ഒരു ചേഞ്ച് കാണുമോ, ഓർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാറ്റം കാണുമോ എന്നുള്ളത് അനലൈസ് ചെയ്യാം. ആസ് പേരൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ കുഞ്ഞിൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ ആണോ വെർബൽ ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. ഈ അനാലിസിസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ കുഞ്ഞുമായിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. പകുതി മുക്കാലും പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ അവിടെ തീരും. സോ വെരി മെനി ടൈംസ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിന് വലിയ കൺസേണാണ്. എനിക്ക് ആനിമേറ്റഡ് ആവാനായിട്ട് പറ്റൂല, എനിക്ക് ഐ കാൺട്ട് സിങ് റൈംസ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. I can't give a lot of choices to my child. I have no time for that because of various reasons. ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, why should your child not have a speech and language delay? കുഞ്ഞുങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾക്ക് ആനിമേറ്റഡ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് ചോയ്സസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, അവരുടെ ലോകത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാനായിട്ട് സമയമില്ലെങ്കിൽ, why should your child not have a speech and language delay? This is a very harsh way of asking, but still let me tell you, ഇന്നത്തെ present world is filled with a lot of technology. Internet തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, even if you give a child language delay or a speech delay എന്ന് കൊടുക്കുമ്പോഴത്തേക്കും you have പേടിപ്പിക്കുന്ന ഒരുപാട് കോൺസെപ്റ്റ്സ് വരും. ഇൻഫാക്റ്റ് ചില കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ വിചാരിക്കും ശരിക്കും നമ്മുടെ കുഞ്ഞിനുണ്ടോ, ഇൻ റിയാലിറ്റി ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ചിന്തിച്ച് കാട് കയറി പോകും.
സോ ഡു നോട്ട് ലീഡ് ടു സച്ച് സിറ്റുവേഷൻസ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിൽ യൂസ് ചെയ്തിട്ട് ആൻഡ് സീ എ വിസിബിൾ ചേഞ്ച് ഇൻ യുവർ ചൈൽഡ്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വെബിനാറിൻ്റെ മെയിൻ ക്രക്സ്. ഇനി നമുക്ക് ക്വസ്റ്റൻ ആൻസർ സെഷനാണ്. സോ വി വിൽ ബി ബ്രേക്കിംഗ് ഫോർ 2 minutes ആൻഡ് ദെൻ വീഡിയോയിൽ വെൻ ഐ സീ യു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ. പേരൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Hello, Preeti. Hi. Hi, ma'am. Yeah. Thank you. It was really good to have you. Okay. Thank you so much. ജസ്റ്റ് ഒരു കമന്റ് ആണ്. എനിക്ക് അതിനകത്ത് ഈ ടെക്നീക്സിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ടെക്നീക്കാണ് ഈ പാരലൽ ടോക്ക് എന്ന് പറയുന്നത്. അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ കുട്ടികളോട് കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. വാട്ട് ഈസ് ദിസ്, വാട്ട്സ് യുവർ നെയിം, ഇങ്ങനെ നമ്മൾ കുട്ടികളോട് ചോദ്യങ്ങളെ ചോദിച്ചുകൊണ്ടിരിക്കും. വെദർ ഓർ നോട്ട് ദേ റെസ്പോണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കും. ഈറ്റ് യുവർ ഫുഡ്, പ്ലേ വിത്ത് യുവർ ടോയ്. അപ്പൊ ഇത് രണ്ടും അല്ലാതെ കുട്ടികളുടെ കൂടെ നമ്മൾ എന്ന് വെച്ചാൽ വി ആർ ജസ്റ്റ് ടോക്കിംഗ് ഫോർ ദം. അവരെന്താ ചെയ്യുന്നത് അതിനൊരു
ഭാഷ കൊടുക്കുക ആണ് നമ്മൾ. പിന്നെ അവരൊരു ടോയ് വെച്ച് കളിക്കുമ്പോൾ എസ്പെഷ്യലി ഭാഷ കുറഞ്ഞ കുട്ടികൾക്ക്, കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ അവരുടെ ശബ്ദമായിട്ട് നമ്മൾ അവർക്ക് ശബ്ദം പകർന്നു കൊടുക്കുന്നത് ഇറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇറ്റ് ഈസ് വെരി 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 പവർഫുൾ. മാത്രമല്ല, നമ്മളോട് ഒരാൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് മാത്രം തന്നുകൊണ്ടിരിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാനും കുറെ കഴിയുമ്പോൾ പിന്നെ ഭാഷ ഉണ്ടെങ്കിൽ പോലും ഞാൻ സംസാരിക്കാണ്ടാവും. അപ്പോൾ ഇത് I just wanted to say that that particular combination of self talk and parallel talk, toy talk is very 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 useful. Yeah, actually, we've seen visible changes in a lot of children because ഈ ഒരു സെൽഫ് ടോക്ക്, പാരലൽ ടോക്ക് ആൻഡ് ടോയ് ടോക്ക് നമ്മൾ more than the therapist using it, because the therapist, yes, we're trained to use it. So parents, when they start using this, has actually caused tremendous change in so many children, because the parent way of using it versus the therapist way of using it is very different. And I think എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻറ്റും യു ഹാവ് ടു അഡോപ്റ്റ് ദിസ് പാരലൽ ടോക്ക്, സെൽഫ് ടോക്ക് ആൻഡ് ടോയ് ടോക്ക്, ലൈക്ക് മാം സെഡ്. Parents, any other doubts or any other questions? ഏതെങ്കിലും ഒരു communication strategy നിങ്ങൾക്ക് you did not understand, or would you like to get more insight, or any doubts? Hello, ma'am. മാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ As per time, നമുക്കൊരു 5 to 10 minutes ഉണ്ട് question and answers. നിങ്ങൾക്ക് എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ please do feel free to ask. Sorry, ഇപ്പോൾ question വന്നു എന്ന് തോന്നുന്നു, ഞാൻ കേട്ടില്ല. Can you please repeat? ഹലോ ഹലോ, പറഞ്ഞോളൂ മാം. ആക്ച്വലി എൻ്റെ മോൻ ഇപ്പോൾ 5 years ആയേ. ഞാൻ കുഞ്ഞിന് സ്പീച്ച് തെറാപ്പി എടുക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആക്ച്വലി മോന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതും അവന്റെ കാര്യങ്ങളും നീഡ്സും എല്ലാം അവൻ തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ അവന്റെ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് നോൺ വെർബൽ രീതിയിലായാലും അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ വെർബൽ കമ്മ്യൂണിക്കേഷനിലോട്ട് വരുമ്പോൾ ഇപ്പം തെറാപ്പിസ്റ്റ് ആയാലും നമ്മളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീഡ് അവന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അവനൊരു നീഡ് ക്രിയേറ്റ് ചെയ്താലേ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മോനെ ഇത് താന്ന് പറഞ്ഞാലേ തരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യം വേണമെങ്കിൽ ഇന്നാന്ന് പറഞ്ഞാലേ തരുള്ളൂ, ആ ഒരു രീതിയിലില്ല മാം. അങ്ങനെ നമ്മള് എത്ര ഫോഴ്സ് ചെയ്താലും അവൻ ആ ഒരു ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഫോഴ്സ് ചെയ്താൽ അത് വേണ്ട എന്ന് വെച്ച് പോകുന്നതല്ലാതെ ആ ഒരു നീഡ് അവന് വരുന്നില്ല. സോ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു സ്പീച്ച് ഡിലേ എന്ന് നിങ്ങൾ പറയുന്നത്, ആ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുന്നത്, എന്തെങ്കിലും വെർബൽ അറ്ററൻസസ് മോൻ്റെ വായിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അവനല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഒരു പ്രോപ്പർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉണ്ടായിട്ടില്ല. അല്ലാതെ എന്നെ അമ്മ എന്ന് വിളിക്കും, ഹസ്ബൻഡിനെ അച്ഛന്ന് വിളിക്കും. അതുപോലെ തന്നെ അത്രയ്ക്ക് അവന് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നുള്ള കാര്യങ്ങൾക്ക് അവൻ പറയും. പക്ഷെ നമ്മള് ഒരു കാര്യം മോസ്റ്റ്ലി അഡമന്റ് ആണ്, സംസാരിക്കുകയില്ല എന്നുള്ളൊരു അഡമന്റ് ഒരു ബിഹേവിയർ ആണ് കൂടുതലും ഞാൻ കാണുന്നത്. എത്ര നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ വെർബൽ
ഇതെടുക്കുന്ന ഡേയ്സിൽ തെറാപ്പിസ്റ്റ് തന്നെ പറയുന്നത് അവനാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ടാവും മേ ബി ഒരു താ കിട്ടുന്നത്. താ എന്ന് പറയുന്ന ഒരു വാക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ഓക്കെ പക്ഷെ ഞാൻ അത്ര അവന്റെ മൗത്ത് അവൻ ഓപ്പൺ ചെയ്യത്തില്ല എന്നുള്ള വാശി അതാണ് മെയിൻ ആയിട്ടുള്ള. ഓക്കെ മനസ്സിലായി. സോ അതൊരു ജെനുവിൻ കൺസേൺ ആണ്. ബിക്കോസ് ഐ ഫീൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് മോർ ഓഫ് എ ഡിമാൻഡ്. ഓക്കെ, നമ്മൾ കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ, ഒരു താ പറയുക, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം